ഡീൽ ചെയ്യാൻ പോകുന്നത് ദി എലമെന്ററി കോൺസെപ്റ്റ്സ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ്. ആൻഡ് എന്നിട്ട് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത് പണ്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ, നിങ്ങൾ 11th and 12th റെസിസ്റ്റൻസ് എന്താണ്, അതുപോലെ വോൾട്ടേജ്, കറണ്ട്, ഇതിൻ്റെയൊക്കെ പവർ, ഇതിൻ്റെയൊക്കെ ബേസിക് ഡെഫിനിഷൻസ് ആൻഡ് അതിൻ്റെ ഇക്വേഷൻസ്. പ്ലസ് നമ്മൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിവിഷൻ റൂൾസ് പഠിക്കും. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻ സീരീസ്, റെസിസ്റ്റൻസ് ഇൻ പാരലൽ, അതെന്താണ്, ഓക്കെ, അങ്ങനെയൊക്കെ പഠിക്കും. എന്നിട്ട് അടുത്ത വരുന്നതാണ്, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, മെഷ് ആൻഡ് നോഡ് അനാലിസിസ്, അതേപോലെ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മോഡ്യൂൾ 1 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് ദിസ് എലമെന്ററി കോൺസെപ്റ്റ്സ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അബൌട്ട് ദി ഓംസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഓംസ് ലോ എന്താ പറയുന്നത്? സപ്പോസ് വി ആർ കൺസിഡറിങ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അല്ലെങ്കിൽ വി ആർ കൺസിഡറിങ് ഒരു കണ്ടക്ടർ. ഓക്കെ, ആൻഡ് ഈ കണ്ടക്ടറിന് ക്രോസ് ആയിട്ട് ഞാൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതിനെ V എന്ന് പറയാം. ആൻഡ് കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, I. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത്? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് കണ്ടക്ടർ V എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, I. ഓക്കെ, സോ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട്. ഇപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ടും ഡിക്രീസ് ചെയ്യും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് V will be equal to ഇടുന്ന സമയത്ത് R into I, where this R is the resistance. അല്ലെ, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ആറിൻ്റെ യൂണിറ്റ് എന്താ പറയുന്നത്? നമ്മൾ ഓംസിലാണ് പറയുന്നത്. ആൻഡ് 1/R എന്താ പറയുന്നത്? 1/, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയും, അല്ലെ, നമ്മൾ MHO പറയും, MHO യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ഓംസ് ലോ. ഇനി റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ, റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഇതിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, ആൻഡ് കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, ആൻഡ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കണ്ടക്ടർ. അല്ലേ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും V = RI റിലേഷൻ അല്ലെങ്കിൽ V = IR റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? പവർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ പവർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ P = നിങ്ങൾ ഫിസിക്സിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, P = V × I. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? I²R അല്ലെങ്കിൽ V² / R. ഓക്കെ, സോ ദീസ് ആർ ദി 3 റിലേഷൻസ് ഫോർ ദി പവർ. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ദി റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സപ്പോസ് നമുക്ക് 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ 2, ഓക്കെ, 3 പറയും, 1, 2 and 3. 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ R1, R2 and R3 പറയാണ്. ഇത് 3 ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സീരിയലല്ലേ, കാരണം നോക്കി നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഒരു റെസിസ്റ്റൻസ് ആണ്, അതിൻ്റെ 1 end is being connected to another resistor, ആൻഡ് അതിൻ്റെ ഒരു എൻഡ് വേറെ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. ഓരോന്നിൻ്റെയും ഓരോ എൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന. സോ ദിസ് ബിക്കംസ് എ സീരിയൽ കണക്ഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ സീരിയൽ കണക്ഷൻ, ഞാൻ ഇവിടെ നിന്ന് ഒരു കറണ്ട് അപ്ലൈ ചെയ്യാണ്. സപ്പോസ് കറണ്ട് I അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദ സെയിം കറണ്ട് വിൽ ബി പാസിംഗ് ത്രൂ R1, R2 and R3. Okay, current will not be divided, current will be same throughout the circuit. പക്ഷേ സീരിയൽ കണക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജോ, ദ വോൾട്ടേജ് അക്രോസ് ഈ R1, ഞാൻ അതിനെ V∪R1 എന്ന് പറയാണ്. ഓക്കെ, നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡിഫറൻസ്, ഓക്കെ, അത് VR1 ആണ്. ആൻഡ് റെസിസ്റ്റൻസ് R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറൻസ് പ്ലസ് ഓ മൈനസ് VR2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് അക്രോസ് R3നെ എനിക്ക് VR3 എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ VR1 വിൽ നോട്ട് ബി ഈക്വൽ ടു VR2, വിൽ നോട്ട് ബി ഈക്വൽ ടു VR3. അത് 3 എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് സീരിയൽ കണക്ഷൻ, നമ്മൾ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരിയലി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലെ എല്ലാ റെസിസ്റ്റേഴ്സും വഴി പാസ് ചെയ്യുന്ന കറണ്ട് വിൽ ബി ദ സെയിം. ഓക്കെ, കറണ്ട് വിൽ ബി ദ സെയിം, പക്ഷേ വോൾട്ടേജ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ സീരിയൽ സർക്യൂട്ടിൻ്റെ കേസ് പറയുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദി ഇക്വലന്റ് റെസിസ്റ്റൻസ്? അല്ലപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നേ അല്ലെ, R1, R2, R3. ഇതിനെ നമുക്ക് ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒരു സിംഗിൾ റെസിസ്റ്റൻസ് R ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഫോർമുലയാണ് ഈ പറയുന്നത്. ദിസ് R വിൽ ബി ഈക്വൽ ടു R1 + R2 + R3. ഓക്കെ, അപ്പോൾ ഇതാണ് ദി റെസിസ്റ്റൻസ് ഇൻ സീരിയലിൻ്റെ കേസ് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്ക് എന്തിൻ്റെ കേസ് പറയാൻ പറ്റും? നമുക്ക് പാരലലിൻ്റെ കേസ് പറയാൻ പറ്റുമല്ലോ അല്ലെ. പാരലലിൻ്റെ കേസിൽ ഇപ്പോൾ പറയുന്ന ഈ R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സ് വിൽ ബി കണക്റ്റഡ് ഇൻ പാരലൽ.
Okay, first resistance, this is the R1. Okay, so this is the R2 and this is the R3. അപ്പോൾ മൂന്നെണ്ണവും പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാരലൽ ഇൻ ദ സെൻസ് എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് നോക്കി, അതിൻ്റെ രണ്ട് എൻഡും അല്ലെ, അതിൻ്റെ രണ്ട് എൻഡും ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുക, ഒരു ജംഗ്ഷൻ. ഇതിനൊരു ജംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് R2യുടെ രണ്ട് ജംഗ്ഷൻസും എഗെയിൻ സെയിം പോയിന്റിൽ, R3യുടെ രണ്ട് പോയിന്റ്സും എഗെയിൻ ഈ സെയിം ജംഗ്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ പറയുന്ന എല്ലാ റെസിസ്റ്റൻസിൻ്റെയും എല്ലാ എൻഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെച്ചേക്കാം. സോ ദിസ് ബിക്കംസ് എ പാരലൽ കണക്ഷൻ ആൻഡ് ദിസ് ഇസ് എ സീരിയൽ കണക്ഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പാരലൽ കണക്ഷൻ, നമ്മൾ ഇതുവഴി ഒരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓബിയസ്ലി കറണ്ട് നേരെ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റായി പോവും, ഇങ്ങോട്ടും പോവും, താഴോട്ടും പോവും അല്ലേ. എന്നിട്ട് ഈ കറണ്ട് എല്ലാം ഇതുവഴി ഇവിടെയും വരും, ഇവിടെയും വരും, ഇതുവഴിയും വരും അല്ലേ, പാസ് ചെയ്ത്. എന്നിട്ട് ഈ ഒരു പോയിന്റായിട്ട് പുറത്ത് ഐ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ ഒബ്സർവ് ചെയ്തൊരു ഒരു ഫാക്ടർ എന്താണ്, ഒരു ഫിനോമിനൻ എന്ന് പറയുമ്പോൾ കറണ്ട് എൻറ്ററിങ് എ പാരലൽ സർക്യൂട്ട് ഗെറ്റ്സ് ഡിവൈഡഡ് അല്ലേ, ഓരോ ബ്രാഞ്ചിലും അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദിസ് കേസ് കറണ്ട് അക്രോസ് ദി ബ്രാഞ്ചസ് വിൽ ബി ഡിഫറെൻറ്റ് അല്ലേ. ആൻഡ് സിമിലർലി നമ്മൾ വോൾട്ടേജ് അക്രോസ് R1, R2, R3 പറയുകയാണെങ്കിൽ അത് മൂന്നും സെയിം ആയിരിക്കും. ഓക്കെ, ദീസ് ആർ പ്രോപ്പർട്ടീസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് വിൽ ബി ദ സെയിം. അതായത് ഇവിടുത്തെ കേസിൽ VR1 will be equal to VR2 will be equal to VR3 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിമിലർലി നമ്മളിവിടെ റെസിസ്റ്റൻസിൻ്റെ കേസ് പറഞ്ഞില്ലേ, R1, R2, R3. അതുപോലെ ഈ എൻറ്റയർ സർക്യൂട്ടിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഒരു സിംഗിൾ റെസിസ്റ്ററായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒരു സിംഗിൾ റെസിസ്റ്ററായിട്ട് എനിക്ക് ഇതേപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ R will be equal to എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? അതിൻ്റെ ഫോമുലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നതാണ്. ദ വാല്യൂ ഓഫ് R will be, നമ്മൾ R അല്ല, നമ്മൾ 1/R പറയുന്നത്, will be equal to 1/R1 plus 1/R2 plus 1/R3. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ R1, R2, R3 ആണ് ഈ മൂന്ന് വാല്യൂസ്. അപ്പോൾ 1/, ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/R കിട്ടും. ആൻഡ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R കിട്ടും അല്ലേ. അതാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് സീരിയൽ സർക്യൂട്ട് എന്താണ്? R will be equal to R1 plus R2 plus R3. പാരലലിൻ്റെ കേസിൽ 1/R will be equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, അപ്പോൾ ഇതാ രണ്ട് കേസസ്. എന്ത് കേസാണ്? നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കേസ് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ റെസിസ്റ്ററിൻ്റെ കാര്യം നോക്കി അല്ലേ. ഇനി വരാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇനീഷ്യലി ആദ്യം കപ്പാസിറ്ററിനെ പറ്റി പറയും, അല്ലെങ്കിൽ എന്താണ് ദ സോ കോൾഡ് പ്രോപ്പർട്ടി കപ്പാസിറ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, അതൊരു സ്മോൾ ഡെറിവേഷനാണ്, നിങ്ങൾക്ക് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിനെ പറ്റി നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഒരു കപ്പാസിറ്റർ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ആയിരിക്കുന്നത്. കപ്പാസിറ്റർ നമുക്ക് പൊളാരിറ്റി ഉള്ള ടൈപ്പും ഉണ്ട്, പൊളാരിറ്റി ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. ഓക്കെ, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ടെർമിനൽസ് ഉണ്ടാവും. അതിനിടയ്ക്ക് നമുക്ക് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും. നമ്മളിതിനെ പാരലൽ പ്ലേറ്റ്സ് എന്ന് പറയും. ഓക്കെ, രണ്ട് പ്ലേറ്റ്സ് നമ്മൾ പാരലായിട്ട് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അക്രോസായിട്ട് പൊളാരിറ്റി ഉണ്ടാവും, പൊളാരിറ്റി ഇല്ലാണ്ടിരിക്കാം. അങ്ങനത്തെ ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കപ്പാസിറ്റൻസ്? ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് കപ്പാസിറ്റർ നമ്മൾ കപ്പാസിറ്റൻസിന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് ആസ് ദി പ്രോപ്പർട്ടി ഓഫ് ദ കപ്പാസിറ്റർ ടു സ്റ്റോർ ദി ഇലക്ട്രിക് ചാർജസ് വെൻ ഇറ്റ്സ് പ്ലേറ്റ്സ് ആർ അറ്റ് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു ടെർമിനലിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ചാർജ് കൊടുക്കും. ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ Q എന്ന് പറയാം. ഓക്കെ, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംസ്. ഓക്കെ, COU കൂളംസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർജസിന് നമ്മൾ ഒരെൻഡിൽ കൊടുക്കുകയാണ്, ഒരെൻഡ് ഓഫ് ദ നമ്മൾ പ്ലേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന് അക്രോസായിട്ട് നോക്കി ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് കപ്പാസിറ്റൻസ്. നമ്മളൊരു ചാർജ് കൊടുക്കുന്ന സമയം ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി കപ്പാസിറ്റർ ടു സ്റ്റോർ ദീസ് ചാർജസ് വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് applied across the plates of the capacitor. Okay, so that is the property of capacitance. നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? C will be equal to നോക്കിയേ Q divided by V. Okay, so that is the equation for capacitance. C equal to Q divided by V. Important relation ആണ് ഇനി പറയുന്നത്. ഈ പറയുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടേം ഓക്കെ 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നോക്കി, ഈ കാണിച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്റർ തന്നെയാണ്. ഓക്കെ, ഒരു ഇലക്ട്രോഡ് ടെർമിനൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ പാരലൽ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് നമ്മുടെ പാരലൽ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, എന്നിട്ട് നോക്കിയേ ഒരു പ്ലേറ്റ് ആണ്. സി ദിസ് ഇസ് മൈ ഫസ്റ്റ് പ്ലേറ്റ് ആൻഡ് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ സെക്കൻഡ് പ്ലേറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ സംഭവം നോക്കിയേ, ദിസ് ഇസ് ആക്ച്വലി ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, ഡയലക്ട്രിക് മെറ്റീരിയൽ ആണ്. എപ്പോഴും നമ്മൾ കപ്പാസിറ്ററിൻ്റെ അകത്ത് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. അതിനൊരു ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഉണ്ടാവും. നമ്മൾ ഹെപ്സിലോൺ എന്ന് പറയുകയാണ്.
Okay, so I have two plates separated by a dielectric, okay, with the absolute permittivity epsilon. Okay, and ഈ പ്ലേറ്റിൻ്റെ ഏരിയ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എ എന്നും പറയാണ്. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നോക്കി ഞാൻ സ്മോൾ ഡി എന്നും പറയാണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയാൽ കപ്പാസിറ്റൻസ് സി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. Okay, and it will be inversely proportional to the distance between the two plates. Okay, but C will be proportional to A by D. In the proportionality constant മാറ്റുമ്പോൾ എന്ത് പറ്റും? C will be equal to നമുക്ക് പറയാൻ പറ്റത്തില്ല, A will be equal to epsilon A by D. ഈ epsilon നമ്മൾ എന്താ പറഞ്ഞ absolute permittivity of the dielectric between the two plates. So this is also another equation for C connecting the different dimensions of the capacitor. Okay, and this is a relation of C connecting the charge and the voltage across the capacitor. Okay, രണ്ട് റിലേഷൻ ആയല്ലോ. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദി കറന്റ് വോൾട്ടേജ് റിലേഷൻഷിപ്സ് ഓഫ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഒരു കറണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി അതിന് ചുറ്റും അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് വി, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ് ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ, അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഇവിടെ പറഞ്ഞ റിലേഷൻ എന്താണ്, സി ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് പറയാം ക്യൂ ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞൂടെ, പറയാൻ പറ്റും. ആൻഡ് ബേസിക് റിലേഷൻ കണക്റ്റിംഗ് ഐ ആൻഡ് ക്യൂ, നമ്മുടെ കറണ്ടും നമ്മുടെ ചാർജും തമ്മിലുള്ള ഡിഫറെൻറ്റ് ആ ഒരു റിലേഷൻ പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ലൈക്ക് ഐ വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഡെഫിനിഷൻ എങ്ങനെയല്ലേ അല്ലേ? ഒരു ഡിഫറൻഷ്യൽ നമ്മളൊരു ഡി ക്യൂ, ഒരു ചാർജ് എന്ന് പറയുന്ന ക്യൂ ഇൻ കൂലംസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കറണ്ട് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഈ കേസിൽ വാട്ട് ഇസ് ദിസ് ക്യൂ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഡി ക്യൂ എന്ന് പറയാൻ പറ്റുമെങ്കിൽ ക്യാപിറ്റൽ ക്യൂ വിൽ ബി ഈക്വൽ ടു ഇങ്ങനെ വരും ഡി ബൈ ഡി ടി ഓഫ് സി വി എന്ന് പറയാൻ പറ്റും. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്, കപ്പാസിറ്റൻസ് ആണ്, അത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുക്കാം. വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞ ഐ. സോ നോക്കി, ദ കറണ്ട് അക്രോസ് എ കപ്പാസിറ്റർ ഐ സഫിക്സ് സി എന്ന് പറയാൻ വേണമെങ്കിൽ, സോ ഐ സി വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി അല്ലെ? കറണ്ട് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കപ്പാസിറ്റർ ആണ്. ഇനി സിമിലർലി വി നീഡ് an equation for V, വോൾട്ടേജ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ വേണം. അപ്പോൾ നമുക്ക് ഈ സെയിം ഇക്വേഷൻ എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പറയേണ്ട സൈഡും അല്ലേ? ഓക്കെ, ആ സെയിം ഇക്വേഷൻ എടുക്കുകയാണെ ഐ വിൽ ബി ഈക്വൽ ടു എന്താണ്, സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, സപ്പോസ് നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ബൂത്ത് സൈഡ്സ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ ഡി ടിനെ ഈ സൈഡിൽ കൊണ്ടുവരാമല്ലോ അല്ലെ? മൾട്ടിപ്ലൈങ് ബൈ ഡി ടി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഐ ഇൻറ്റു ഡി ടി ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഈ സി എന്താണ്, സി ഇസ് എ കോൺസ്റ്റന്റ്, ആ സീനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതായത് ഇവിടെ 1/c ആയിട്ട് മാറും ഈ സി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടിയില്ലേ അല്ലേ? ഐ 1/c ഇൻറ്റു ഐ ഡി ടി ഈക്വൽ ടു ഡി വി. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇപ്പുറത്തെ ഇൻറ്റഗ്രൽ ഡി വി ആണ്. ഡി വി എന്ന് പറയുമ്പോൾ എന്താണ്, വോൾട്ടേജ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി കപ്പാസിറ്റർ വോൾട്ടേജ് ഉണ്ടാവും എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദ ഇനീഷ്യൽ വോൾട്ടേജിൻ്റെ കപ്പാസിറ്ററിന് ഞാൻ വി ഓഫ് 0 എന്ന് പറയുകയാണ്. എന്നിട്ട് ആഫ്റ്റർ പർട്ടിക്കുലർ ടൈം ടി നമ്മുടെ വോൾട്ടേജ് ബിക്കംസ് വി ഓഫ് ടി, വി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. മനസ്സിലായി? ഇതെൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് ആണ്, ദിസ് ഇസ് മൈ ഫൈനൽ വോൾട്ടേജ്. അപ്പോൾ ഈ വി ഓഫ് 0 വി ഓഫ് ടിയിലോട്ട് ആവുകയാണെങ്കിൽ ഇപ്പോൾ സെയിം എനിക്ക് നമ്മുടെ ഇൻ്റർവൽ ഇവിടെ പറയാമല്ലോ അല്ലേ? വി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഇൻ്റർവൽ ലോവർ ഇൻ്റർവൽ വി ഓഫ് ടി, അപ്പർ ഇൻ്റർവൽ വി ഓഫ് 0 വി ഓഫ് ടി ആയിട്ട് പറയാൻ പറ്റും. സിമിലർലി ഈ സൈഡോ ഐ ഇൻറ്റു ഡി ടി, നമ്മൾ ടൈമിനെ സപ്പോസ് സ്റ്റാർട്ടിങ് ഫ്രം ടൈം 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ് ടു ടി വരെ പോവാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രലിൽ 0 ടു ടി വരെ പോവാണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, 1/c is a constant, integral I dt will be equal to ഇവിടെ എന്ത് വരും, v of t minus v of 0. And suppose ഞാൻ പറയുകയാണ്, ഞാൻ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ ഇല്ലാന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ v of 0 ടേം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ ദിസ് ഇസ് മൈ ഇക്വേഷൻ ഫോർ v of t. ഓക്കെ, v of t equal to 1/c integral I dt ranging from 0 to t. So this is the relation for the voltage across a capacitor in terms of current. Okay, so this is the current voltage relationship. ഇനി എന്താ വേണ്ടത്, നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ അല്ല, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ റിലേഷൻ എടുക്കുകയാണ്. ഐ ഈക്വൽ ടു എന്ത് റിലേഷൻ ഉള്ളത്, ഐ ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടിയിലെ റിലേഷൻ ഉള്ളത്. ഓക്കെ, നൗ ഐ എം ഫൈൻഡിങ് ദ വാല്യൂ ഫോർ ദി കപ്പാസിറ്റർ. ഓക്കെ, വാല്യൂ ഫോർ എനർജി സപ്ലൈഡ് ടു ദി കപ്പാസിറ്റർ ഡ്യൂറിങ് ആൻ ഇൻ്റർവൽ ഡി ടി. ഒരു ഡി ടി എന്ന് പറയുന്ന ഇൻ്റർവൽ ടൈമിൽ ഞാൻ എൻ്റെ കപ്പാസിറ്റർ സപ്ലൈ ചെയ്യുന്ന എനർജിയെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. അതിന് എനിക്കിപ്പോൾ ഡി ഇ എന്ന് പറയാം.
ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ടൈം ഡി ടിയിൽ കൊടുക്കുന്ന ഡിഫറൻഷ്യൽ ടൈം ഡി ടിയിൽ ഉണ്ടാവുന്ന എനർജി സ്റ്റോർഡാണ് ഡി ഇ, ഒരു ഡിഫറൻഷ്യൽ എനർജി. ഡി ഇ വിൽ ബി ഈക്വൽ ടു ഫോമുല വരുന്നതാണ് വി ഇൻറ്റു ഐ ഡി ടി, എനർജി ഈക്വൽ ടു വി ഇൻറ്റു ഐ ഡി ടി വരും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, വി ഇൻറ്റു ഐയുടെ ഫോമുല എന്താണ്, സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. സി ഇൻറ്റു ഡി വി ബൈ ഡി ടി, ഇവിടുത്തെ മൾട്ടിപ്ലൈഡ് ബൈ ഡി ടി കൂടെ വരും അല്ലേ. അപ്പോൾ ഡി ടി ഡി ടി ക്യാൻസൽ ചെയ്യും, വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, വി ഇൻറ്റു സി ഇൻറ്റു ഡി വി എന്ന് കിട്ടത്തില്ലേ. സോ ദിസ് ഇസ് ഡി ഇ അല്ലേ. അപ്പോൾ ഇത് ഡി ഇ എന്തായിരുന്നു, നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ടൈം ഡി ടിയിൽ ഈ കപ്പാസിറ്ററിന് സപ്ലൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ എനർജിയാണ് ഈ പറയുന്ന ഡി ഇ എന്ന് പറഞ്ഞത്. ഇനി സപ്പോസ് ഞാൻ എൻ്റെ ടോട്ടൽ എനർജി എടുക്കുകയാണ്. ഓക്കെ, ദ ടോട്ടൽ എനർജി സപ്ലൈ ടു ദി കപ്പാസിറ്റർ when we are increasing the voltage from 0 to V. ഓക്കെ, ടോട്ടൽ എനർജി നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ, എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്, when we are increasing the voltage from capacitor voltage from 0 to V, എൻ്റെ മാക്സിമം വോൾട്ടേജ് V വരെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഡിഫറൻഷ്യൽ എനർജി അല്ലല്ലോ, ടോട്ടൽ എനർജി അല്ലേ. സോ ഇ ക്യാപിറ്റൽ ഇ വിൽ ബി ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും, ഓക്കെ, ക്യാപിറ്റൽ ഇ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഇൻറ്റഗ്രൽ ഡി ഇ റേഞ്ചിങ് ഫ്രം 0 to V. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു നമുക്ക് ഡിഫറൻഷ്യൽ എനർജി അറിയാം, ഇവിടെ പറഞ്ഞ ഇക്വേഷൻ അല്ലേ. അപ്പം അതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ വോൾട്ടേജ് ഇസ് വെരിയിങ് ഫ്രം 0 to V, അത് വെച്ച് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോകും. സോ വാട്ട് ഇസ് ഡി ഇ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഡി എന്ന് പറയുമ്പോൾ എന്താണ്, വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു സി ഇൻറ്റു ഡി വി. സി എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുക്കാം. ഇൻറ്റഗ്രൽ വി ഇൻറ്റു ഡി വി റേഞ്ചിങ് ഫ്രം 0 to V. ഇൻറ്റഗ്രൽ എക്സിന് ഡി എക്സ് ഫോമുല വരികയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്, എക്സ് സ്ക്വയർ ബൈ 2 ഫോമുല ആയിരിക്കും കിട്ടുന്നത് അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, സി ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ദ എനർജി ഇൻ ദ കേസ്, എനർജി സ്റ്റോർഡ് ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ. ഫോമുല എങ്ങനെയാണ് വരുന്നത്, ഇ വിൽ ബി ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും, ഹാഫ് സി വി സ്ക്വയർ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, ഓർത്ത് വെച്ചിരിക്കണം, ഇനി നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ സിമിലർലി നമുക്ക് എൻ്റെ കേസ് ഇപ്പോൾ എന്തും പറയാൻ പറ്റും, ഇൻഡക്ടറും പറയാൻ പറ്റും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റിലേഷൻസ് ഇതൊക്കെയാണ്, ഐ ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി, അതേപോലെ വി ഈക്വൽ ടു 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി, അതേപോലെ ഇ ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. നമ്മളിപ്പോൾ കപ്പാസിറ്റർ നോക്കിയ പോലെ തന്നെ അടുത്ത ഇൻഡക്ടർ ആണ് നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഇൻഡക്ടർ to oppose any change in the amount of current which is flowing through the inductor. ഇൻഡക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന എന്തെങ്കിലും കറണ്ടിൽ, ഇൻഡക്ടർ വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യാണ്, അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ, ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ ഈ പറയുന്ന ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻഡക്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഇൻഡക്ടർ. നമ്മളത് പറയുന്ന യൂണിറ്റ് ഹെൻറി ആയിരിക്കും, എച്ച്. ഓക്കെ, ആൻഡ് ഇൻഡക്ടർ നമ്മളിങ്ങനെ പറയുന്നത് അല്ലേ, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഇൻഡക്ടർ. ആൻഡ് ഇൻഡക്ടറിൻ്റെ നമ്മൾ ഫോമുല പറഞ്ഞില്ല, ഇൻഡക്ടർ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ കപ്പാസിറ്റർ കുറച്ച് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ ഇൻഡക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എൻ. എൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇൻഡക്ടറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതാണ് എൻ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുമ്പോൾ ദ ലെങ്ത്. ഓക്കെ, സോ എൽ ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ എ ബൈ എൽ, ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ എൽ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ബൈ എൽ, വേർ മ്യൂ എന്ന് പറയുന്നത് ഇസ് ദി ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി. നമ്മൾ ഹെപ്സിലോൺ പറഞ്ഞത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണെങ്കിൽ ദിസ് ഇസ് ദി ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ഇക്വേഷൻ ഫോർ ഇൻഡക്ടർ. യൂണിറ്റ് എന്താണ് നമ്മൾ ഹെൻറിയാണ് പറയുന്നത്. ഓക്കെ, ഹെൻറി ഇൻ എച്ച്. സിമിലർലി നമ്മൾ കപ്പാസിറ്റർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, ഇത് റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. വി വിൽ ബി ഈക്വൽ ടു L into di by dt ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും, വി ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ എൽ വിൽ ബി ഈക്വൽ ടു ഡി ഐ ബൈ ഡി ടി എന്ന് എടുത്തില്ലേ. ഓക്കെ, രണ്ട് സൈഡ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. നമ്മൾ കറണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദ കറണ്ട് ത്രൂ ദി ഇൻഡക്ടേഴ്സ് റേഞ്ചിങ് ഫ്രം ഐ ഓഫ് സീറോ, നമ്മൾ വി ഓഫ് സീറോ എന്ന് പറയുന്ന പോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ ഐ ഓഫ് സീറോ തൊട്ട് ഐ ഓഫ് ടി വരെ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യും ഈ ടേമിനെ, 1/L നമുക്ക് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റഗ്രൽ വി ഡി ടി ടൈം റേഞ്ചിങ് ഫ്രം 0 to t വിൽ ബി ഈക്വൽ ടു ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് സീറോ. നമ്മൾ ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് സീറോ കിട്ടും. ഇനീഷ്യൽ കണ്ടീഷൻ 0 അസ്യൂം ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, ഐ ഓഫ് ടി ഡയറക്റ്റ്ലി കിട്ടും. സോ ദിസ് ഇസ് എ റിലേഷൻ കണക്റ്റിംഗ്. നോക്കിയേ എന്താണ്, ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ വി ഡി ടി. ഓക്കെ, ദിസ് ഇസ് അനദർ റിലേഷൻ. ഇനി നമുക്ക് എന്ത് വേണം, വി നീഡ് ദി എനർജി സ്റ്റോർഡ് അല്ലേ. എനർജി സ്റ്റോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് വി ഹാവ് ദിസ് റിലേഷൻ റൈറ്റ്.
എന്നിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഇൻഡക്ടർ എടുക്കുകയാണ്, ഇൻഡക്ടറിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ടൈം ഡി ടി എടുക്കുകയാണ്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഡി ടി നമ്മുടെ എനർജി സപ്ലൈ ടു ദി ഇൻഡക്ടറിനെ എനിക്ക് ഡിഫറൻഷ്യൽ എനർജി ഡി എന്ന് പറയാൻ പറ്റും. വിൽ ബി ഈക്വൽ ടു എങ്ങനെ പറയാം? വി ഇൻറ്റു ഐ ഡി ടി. നമ്മൾ വിക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി മൾട്ടിപ്ലൈഡ് ബൈ ഐ ഡി ടി. ഡി ടി ഡി ടി ക്യാൻസൽ ആവും. വിൽ ബി ഈക്വൽ ടു എൽ ഇൻറ്റു ഐ ഡി ഐ എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിപ്പോൾ എന്താണ്? നമ്മൾ ഡിഫറൻഷ്യൽ എടുത്തത് ഡ്യൂറിങ് എ ടൈം ഡി ടി. ഇനി നമ്മുടെ ടോട്ടൽ എനർജി, ഓക്കെ, ടോട്ടൽ എനർജി നമ്മൾ എടുക്കുകയാണ്. ആസ് വി ഇൻക്രീസ് എ കറണ്ട് ഫ്രം 0 to I. നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ് 0 to V. ഇവിടുത്തെ കേസിൽ കറണ്ട് ഇസ് ബി ഇൻക്രീസ് ഫ്രം 0 തൊട്ട് I വരെ. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഇൻറ്റഗ്രൽ ഡി ഇ റേഞ്ചിങ് ഫ്രം 0 to I വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇക്ക് പകരം ഡി ഇക്ക് പകരം എൽ ഇൻറ്റു ഐ ഡി ഐ. അപ്പോൾ എൽ കോൺസ്റ്റൻ്റ് ആണ്. ഐ ഇൻറ്റു ഡി ഐ ഫോർ ദ വാല്യൂ ഓഫ് ഐ റേഞ്ചിങ് ഫ്രം 0 തൊട്ട് I വരെ. ഈ വാല്യൂ എന്തായിട്ട് മാറും? എൽ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആവും അല്ലേ. So will be equal to L I square divided by 2, half L I square. So this is the equation for energy stored in the case of an inductor. നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ ഹാഫ് സി വി സ്ക്വയർ, ഇവിടുത്തെ കേസിൽ ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്. അടുത്ത രണ്ട് റൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ആണ് ദ കറണ്ട് ഡിവിഷൻ റൂളും, രണ്ടാമത്തത് വോൾട്ടേജ് ഡിവിഷൻ റൂളും. നമ്മൾ നെറ്റ്വർക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ് ഇത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് കറണ്ട് ഡിവിഷൻ റൂൾ. നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് പാരലൽ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാരലൽ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുക. ഈ കാണിച്ചേക്കുന്നത് ഓക്കെ, നമുക്ക് രണ്ട് ടെർമിനൽസ് ഉണ്ട്, എ ആൻഡ് ബി, ആൻഡ് ദി റെസിസ്റ്റേഴ്സ് R1 and R2. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കേസ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളൊരു പാരലൽ നെറ്റ്വർക്കിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഇനീഷ്യലി ഇതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ആണ്, പ്ലസ് ഓ മൈനസ് വി വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഒരു കറണ്ട് ഇതുവഴി പാസ് ചെയ്യത്തില്ലേ അല്ലേ. കറണ്ടിന് ഞാൻ ഐ ടി എന്ന് പറയുകയാണ്. എൻ്റെ ടോട്ടൽ കറണ്ട്, ഈ ടോട്ടൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആണ് ടോട്ടൽ കറണ്ടാണ് ഐ ടി. ആ കറണ്ട് വന്ന് എൻ്റെ കേസ് ഓഫ് പാരലൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് നോക്കി ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഈ ജംഗ്ഷൻ സ്പ്ലിറ്റായി താഴോട്ടും വരും, ഇത് വഴിയും പോകും അല്ലേ. ആൻഡ് ഈ കറണ്ട് നേരെ ഫ്ലോ ചെയ്യുന്നത് എൻ്റെ റെസിസ്റ്റർ R2 വഴിയായിരിക്കും. ഈ കറണ്ട് I1 പാസ് ചെയ്യുന്നത് റെസിസ്റ്റർ R1 വഴിയായിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് പാരലൽ നെറ്റ്വർക്ക് എന്ത് പറ്റും? നമ്മുടെ കറണ്ട് വിൽ ബി ഡിഫറിങ്, my current will be changing അല്ലേ, ആൻഡ് ദി വോൾട്ടേജസ് അക്രോസ് റെസിസ്റ്റേഴ്സ് വിൽ ബി റിമൈനിങ് ദ സെയിം. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി എന്താ, കറണ്ട് ഐ ടി സ്പ്ലിറ്റായി I1 I2 ആയിട്ട് പോയി, പക്ഷേ ദ വോൾട്ടേജസ് അക്രോസ് റെസിസ്റ്റേഴ്സ് R1 R2 വിൽ ബി റിമൈനിങ് ദ സെയിം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ചേഞ്ച് ആവുന്നത് എൻ്റെ കറണ്ട് അല്ലേ. സോ ഐ ഹാവ് ടു ഫൈൻഡ് ദോസ് വാല്യൂസ് ഫോർ കറണ്ട്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഈ റെസിസ്റ്റർ R1 വഴി പാസ് ചെയ്യുന്ന കറണ്ട് വിൽ ബി ഈക്വൽ ടു നമ്മൾ ചെയ്യുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ ടോട്ടൽ കറണ്ട് എന്താണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നത്? ഐ ടി അല്ലേ. സോ ദാറ്റ് ഐ ടി multiplied by നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ദ കറണ്ട് I1 വിച്ച് ഇസ് പാസിങ് ത്രൂ R1 അല്ലേ. ഓക്കെ, ആൻഡ് നമ്മുടെ കറണ്ട് ഐ ടി സ്പ്ലിറ്റായി I1 ആയിട്ട് പോയി I2 ആയിട്ടും പോയി. സോ ഫൈൻഡ് ദാറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റർ ഓക്കെ ത്രൂ വിച്ച് മൈ കറണ്ട് ഇസ് നോട്ട് പാസിങ്. നമ്മൾ ഏത് കറണ്ടാണ് അസ്യൂം ചെയ്തത്? നമ്മളിപ്പോൾ എന്ത് കറണ്ട് എടുക്കുന്നത്? I1 ആണ്. ആൻഡ് I1 പാസ് ചെയ്യുന്നത് R1 വഴിയാണ്. സോ ടേക്ക് ദാറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റർ ത്രൂ വിച്ച് മൈ കറണ്ട് I1 ഇസ് നോട്ട് പാസിങ്. അത് ഏതാണ്? R2 അല്ലേ. So R2 divided by R1 plus R2 എന്ന് വെച്ചാൽ സം ഓഫ് ടോട്ടൽ റെസിസ്റ്റേഴ്സ് R1 R2. ഓക്കെ, സിമിലർലി I2 കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, I2 എന്ന് പറയുമ്പോൾ എന്താണ്? R2 വഴി പാസ് ചെയ്യുന്ന കറണ്ട് അല്ലേ. I2 വിൽ ബി ഈക്വൽ ടു സെയിം വേ ടോട്ടൽ കറണ്ട് ഐ ടി എന്താണോ മൾട്ടിപ്ലൈഡ് ബൈ നമ്മളിപ്പോൾ I2 എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ എടുത്തേ അല്ലേ, നമ്മുടെ R2 വഴി പാസ് ചെയ്ത കറണ്ടാണ് I2 എന്ന് പറയുന്നത്. സോ ഈ I2 പാസ് ചെയ്യാത്ത റെസിസ്റ്റർ ഏതാണുള്ളത്? R1 അല്ലേ. ഓക്കെ, സോ ദാറ്റ് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂസ് ഫോർ I1 and I2 വരുന്നത്. ഇനി വരുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ.